ഞാനിന്ന് വളരെ സന്തോഷത്തോടുകൂടി ഒരു വെറൈറ്റി റെസിപ്പി തയ്യാറാക്കാമെന്ന് വെച്ച് കോണൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചാണ് കേട്ടോ. എരിവ് ചേർത്തപ്പോൾ എൻ്റെ കൈയും മനസ്സും തമ്മിൽ ഒരു ചെറിയ കണക്ഷൻ പ്രശ്നം ഉണ്ടായി. ഒരു നുള്ളു ചേർക്കേണ്ട സ്ഥലത്ത് ഞാനൊരല്പം കൂടുതലൊരു ഭംഗിക്ക് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അത് കണ്ട കറി പോലെ എന്നെ നോക്കി പകച്ചു നിന്ന് പോയൊരവസ്ഥയായിപ്പോയി. അവസാനം ടേസ്റ്റ് ചെയ്തപ്പോൾ കണ്ണി വെള്ളം, മൂക്കിൽ വെള്ളം. എരിച്ച് കിളിപോയ നിന്ന് ഞാൻ വീണ്ടും ഒരു ഇൻട്രോ വീഡിയോ എടുക്കാമെന്ന് വെച്ച് വീണ്ടും ആദ്യം തൊട്ട് ഒന്നുകൂടെ കഴിക്കുന്ന വീഡിയോ എടുത്തു. അപ്പോഴത്തേക്കും അവിടുന്ന് ഏട്ടനും മോളും കൂടെ കമൻ്റ് അടിക്കാൻ തുടങ്ങി. മോള് ചോദിക്കുന്നു, അമ്മ എന്തിനാ വായി വെക്കുന്നതിന് മുന്നേ എക്സ്പ്രഷൻ ഇടുന്നതെന്ന്. അപ്പോഴത്തേക്ക് കമൻറ്റോടെ കമൻറ്റ്. പിന്നെ എനിക്ക് ചിരി നിർത്താൻ പറ്റില്ല കേട്ടോ. അതുപോലെ എനിക്ക് പെട്ടെന്ന് ചിരിയും വരുന്നു, കരച്ചിലും വരുന്നു. എരിവ് കൊണ്ട് എല്ലാം കൂടെ കോമഡി ആയിപ്പോയി. പക്ഷേ റെസിപ്പി നല്ല സൂപ്പറാണ്, ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു. നല്ല റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാനും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചൂടായ പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. ഈ ബട്ടർ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ ബട്ടറിൽ വെളുത്തുള്ളി ഇങ്ങനെ മൂത്ത് വരുന്നൊരു മണം, അത് ഭയങ്കര റിച്ചാണ്. അത് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ അത് ഞാൻ പറയുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ബട്ടറിൽ കിടന്നിട്ട് ഈ മൈദ ഒന്ന് വെന്ത് വരണം. ഇതിപ്പം ഒരുപാട് ഗോൾഡൻ കളർ ആവണ്ട, ജസ്റ്റ് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം, കട്ട കെട്ടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കണം. ഒത്തിരി ഞാൻ കുറുകി പോകുകയാണെങ്കിൽ കുറച്ച് പാലോ വെള്ളം എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കോൺ ചേർത്ത് കൊടുക്കാം. കുക്കറിൽ ഒരു വിസിൽ അടിക്കുമ്പോഴത്തേക്ക് കോൺ വെന്ത് കിട്ടും. അങ്ങനെ വേവിച്ചെടുത്ത കോണാണിത്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ഇതിനകത്ത് ആഡ് ചെയ്യണോ അതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ക്യാപ്സിക്കവും ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ലൂസ് ആക്കണമെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്ത് ലൂസാക്കാം. ഇനി എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു അല്പം മധുരം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയുള്ള സാധനം ശ്രദ്ധിച്ച് ചേർക്കുക. ഒരു നുള്ളു മാത്രമേ ചേർക്കാവൂ. ഞാനിവിടെ ഒരു അല്പം കൂടുതൽ ചേർത്ത് പോയി. അതാണ് ചില്ലി ഫ്ലെക്സ്. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ചീസ് സ്ലൈസ് ചേർത്ത് കൊടുക്കാം. ഇത് മസ്റ്റാണ് കേട്ടോ, എന്നാലേ ആ ഒരു ചീസി ഫ്ലേവർ കിട്ടത്തുള്ളൂ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടെ വിതറി കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഫ്രഷ് ക്രീം, അതും ഇതിനകത്തിൽ നല്ലൊരു ടേസ്റ്റ് തരുന്ന ഒരു സാധനമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും കുറുകി പോയാൽ ഞാൻ വീണ്ടും പറഞ്ഞിട്ട് കുറച്ച് പാലും കൂടെ ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ.